കില്ലാടി അക്ഷയ് കുമാറിന്റെ ഒരു പടം OTT റിലീസ് ചെയ്തിട്ടുണ്ട്. കേസരി ചാപ്റ്റർ 2 ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് ജാലിയൻ വാലാബാഗ്. സോ ജിയോ ഹോട്ട്സ്റ്റാറിലാണ് സ്ട്രീം ചെയ്തത്. ഹിന്ദി ഭാഷയിൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ. ഇപ്പൊ അത്യാവശ്യം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പടമാണ്. ഈ തിയേറ്ററിൽ വൻ ഹിറ്റായി എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ പീപ്പിൾ അക്സെപ്റ്റൻസ് നേടിയ ഒരു സിനിമയാണ്. കില്ലാടി അക്ഷയ് കുമാർ എന്ന് പറയുമ്പോൾ എല്ലാവരും ഇപ്പൊ പുച്ഛത്തോടെയാണ് കാണുന്നത്. അങ്ങേർക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് വരെ പറയുന്നവരുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എട്ടയ്ക്ക് ഓരോ ബെഡേ മിയ ജോഡ മിയ പറഞ്ഞ ബോംബ് പൊട്ടിക്കുന്നതല്ല, അങ്ങേര് ഒരു കിടിലൻ ആക്ടറാണ്, ക്വാളിറ്റി ആക്ടർ തന്നെയാണ്. ഇപ്പൊ റീസെന്റ് ഇറങ്ങിയ സ്കൈ ഫോഴ്സ് പറഞ്ഞൊരു പടമുണ്ട്, അതിലൊക്കെ അങ്ങേര് ഇമോഷണൽ സീൻസ് ചെയ്ത് വെച്ചിരിക്കുന്ന പേട്ട തന്നെയാണ്. പിന്നെ ഓ മൈ ഗോഡ് 2, മിഷൻ റാണിഗഞ്ച്, അങ്ങനത്തെ നല്ല സിനിമകളൊക്കെ ഇറങ്ങുന്നുണ്ട്, പലരും അറിയില്ല എന്നേ ഉള്ളൂ. ഇതിൽ അങ്ങേര് പെർഫോമൻസ് ഉണ്ട്. മറ്റേ ശങ്കരൻ നായർ പറഞ്ഞ ക്യാരക്ടറാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. കിടിലൻ, വേറെ ഒന്നും പറയില്ല, അത്രയും കിടിലനായിട്ടാണ് അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത്. സോ ജാലിയൻ വാലാബാഗ് ഇൻസിഡന്റ് ഈ മറ്റേ ബ്രിട്ടീഷ് ഗവൺമെന്റ് പറയുന്നത് ഒരു ടെററിസ്റ്റ് അറ്റാക്കിനെ അവർ ഡിഫെൻഡ് ചെയ്താണെന്നും ഇവര് പറയുന്നത് അതൊരു ജനോസൈഡാണെന്നാണ്. അപ്പൊ അതിന്റെ ഒരു കോർട്ട് റൂം ഡ്രാമയാണ് ഈ സിനിമയെ കാണിക്കുന്നത്. ഇന്ത്യൻ സിനിമയത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് കോർട്ട് റൂം ഡ്രാമാസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന പടം അടിപൊളിയായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത്. ഡോക്യുമെന്ററി ടൈപ്പ് അല്ല, കമേഴ്ഷ്യൽ എലമെന്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് കിടിലൻ ഡയലോഗ്സും അടിപൊളി മ്യൂസിക് വർക്കാണ്. 2-3 പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പറഞ്ഞിട്ട് 10 ആള് പോയിട്ട് 100 ആളെ അടിച്ചിടുന്ന സീൻസ് അങ്ങനെയൊന്നുമില്ല. ഇതിൽ അക്ഷയ് കുമാറിന്റെ എൻട്രിക്ക് ഒരു മ്യൂസിക് ഇട്ട് കൊടുക്കുന്നുണ്ട്, അത് അടിപൊളിയായിരുന്നു. ചില സീൻസ് ഒക്കെ ഗൂസ് ബംസ് മൊമെന്റ്സ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം, അത്രയും രസത്തിൽ എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിൽ നമ്മുടെ അക്ഷയ് കുമാറും അതേപോലെ തന്നെ മാധവനും തമ്മിൽ 1-2 ഫേസ് ഓഫ് സീൻസ് ഒക്കെ പെട്ടായിരുന്നു കേട്ടോ. മാധവൻ വന്നപ്പോ അക്ഷയ് കുമാർ സൈഡായി എന്നൊക്കെ പറയാം, പിന്നീട് അങ്ങേര് തിരിച്ചു വരികയൊക്കെ ചെയ്തു. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അതേപോലെ തന്നെ ഇതിൽ മറ്റേ ജനറൽ ഡയർ എന്നുള്ള ക്യാരക്ടർ ചെയ്ത ആ ഒരു ആക്ടർ അടിപൊളിയാണ്, നമുക്ക് കണ്ട ചെക്കിടടിച്ച് തിരിക്കാൻ തോന്നും, അത്രയും കിടിലായിട്ട് അങ്ങേര് പെർഫോം ചെയ്തിരിക്കുന്നത്. സോ ഈ കോർട്ട് റൂം ഡ്രാമാസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് വെച്ചാൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു പടമാണ്. അനന്യ പാണ്ഡെ ഉണ്ടില്ല, അനന്യ പാണ്ഡെ അടിപൊളിയായിരുന്നു കേട്ടോ. ഡെഫിനറ്റ്ലി ഷീസ് ഇംപ്രൂവിംഗ് നമുക്ക് പറയാൻ പറ്റൂ. ആളുടെ ഈയിടയ്ക്ക് CTRL കൺട്രോൾ പറഞ്ഞിട്ടൊരു പടം നെറ്റ്ഫ്ലിക്സിൽ ഡയറക്റ്റ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പടം കണ്ടപ്പോഴേ എനിക്ക് തോന്നുന്നത് ഈ കൊച്ചു നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്. ഇതിൽ നല്ല രസത്തിൽ തന്നെ പെർഫോം ചെയ്തിരിക്കുന്നത്. റെജീന കാസാൻഡ്രയാണ് നമ്മുടെ അക്ഷയ് കുമാറിന്റെ ഭാര്യയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. വലിയ റോളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നല്ല രസത്തിൽ കണ്ടിരിക്കുക. സോ ഈ സിനിമ തുടങ്ങുന്ന ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് കുറച്ച് ഇൻസിഡൻസ് കാണിക്കുന്നുണ്ട്. അതിൽ തന്നെ നമ്മൾ ഭയങ്കര ഇമോഷണൽ ആവും. ബേസിക്കലി എനിക്ക് ഭയങ്കര ഒരു ഇമോഷണൽ കണക്ഷൻ കിട്ടിയ സീനാണ്. റേറ്റഡ് ആണ് ഈ സിനിമ. അതായത് 1-2 കൈ മുറിക്കലും കാല് മുറിക്കലൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ബ്ലഡ് ബാത്ത് സീൻസ് ഒക്കെ കാണാൻ പറ്റാത്തവരാണെന്ന് വെച്ചാൽ പ്ലീസ് സ്റ്റേ അവേ എന്ന് പറയാനുള്ളൂ. അല്ലെങ്കിൽ കിടിലൻ പടമാണ്. ടുവേർഡ്സ് ലാസ്റ്റ് ഒക്കെ സർട്ടൻ പോർഷൻ ശരിക്കും ഗൂസ് ബംസ് വരും. സോ വേണ്ടവര് കണ്ടുനോക്കാം.